കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 394. സൂറത്തുൽ അറാഫ് ആയത്തുകൾ 128 മുതൽ 142 വരെ. പേജ് നമ്പർ 641. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال موسى لقومه استعينوا بالله واصبروا إن الأرض لله يورثها من يشاء من عباده والعاقبة للمتقين. قالوا أوذينا من قبل أن تأتينا ومن بعد ما جئتنا. قال عسى ربكم أن يهلك عدوكم ويستخلفكم في الأرض فينظر كيف تعملون. ولقد أخذنا آل فرعون بالسنين ونقص من الثمرات لعلهم يذكرون. فإذا جاءتهم الحسنة قالوا لنا هذه وإن تصبهم سيئة يطيروا بموسى ومن معه ألا إنما طائرهم عند الله ولكن أكثرهم لا يعلمون. وقالوا مهما تأتنا به من آية لتسحرنا بها فما نحن لك بمؤمنين. فأرسلنا عليهم الطوفان والجراد والقمل والضفادع والدم آيات مفصلات فاستكبروا وكانوا قوما مجرمين. ولما وقع عليهم الرجز قالوا يا موسى ادع لنا ربك بما عهد عندك لئن كشفت عنا الرجز لنؤمنن لك ولنرسلن معك بني إسرائيل. فلما كشفنا عنهم الرجز إلى أجل هم بالغوه إذا هم ينكثون. فانتقمنا منهم فأغرقناهم في اليم بأنهم كذبوا بآياتنا وكانوا عنها غافلين. وأورثنا القوم الذين كانوا يستضعفون مشارق الأرض ومغاربها التي باركنا فيها وتمت كلمة ربك الحسنى على بني إسرائيل بما صبروا ودمرنا ما كان يصنع فرعون وقومه وما كانوا يعرشون. وجاوزنا ببني إسرائيل البحر فأتوا على قوم يعكفون على أصنام لهم. قالوا يا موسى اجعل لنا إلها كما لهم آلهة. قال إنكم قوم تجهلون. إن هؤلاء متبر ما هم فيه
وباطل ما كانوا يعملون قال أغير الله أبغيكم إلها وهو فضلكم على العالمين وإذ أنجيناكم من آل فرعون يسومونكم سوء العذاب يقتلون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم وواعدنا موسى 30 ليلة وأتممناها ب10 فتم ميقات ربه 40 ليلة وقال موسى لأخيه هارون اخلفني في قومي وأصلح ولا تتبع سبيل المفسدين. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 395, സൂറത്തുൽ അഅറാഫ് ആയത്ത് 128. ഖാല മൂസ ലിഖൗമിഹി, മൂസ തൻ്റെ ജനതയോട് പറഞ്ഞു, ഇസ്തഈനു ബില്ലാഹി, നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുവീൻ, വസ്ബിറു, നിങ്ങൾ സഹനം അവലംബിക്കുകയും ചെയ്യുവീൻ. പേജ് 642. ഇന്നൽ അഫ്ദലില്ലാഹി, നിശ്ചയമായും ഭൂമി അള്ളാഹുവിൻ്റേതാകുന്നു. യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി, അവൻ്റെ അടിമകളിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതവൻ അവകാശപ്പെടുത്തി കൊടുക്കുന്നു. വൽ ആഖിബതു ലിൽ മുത്തഖീൻ, പര്യവസാനം ഭക്തന്മാർക്ക് ഗുണകരമാകുന്നു. ആയത്ത് 129. ഖാലു ഊദീനാ മിൻ ഖബ്ലി അൻ തഅതീനാ വമിൻ ബഅദി മാ ജിഅതനാ, അവർ പറഞ്ഞു, നീ ഞങ്ങളുടെ അടുക്കൽ വരുന്നതിന് മുമ്പും വന്നതിന് ശേഷവും ഞങ്ങൾ മർദ്ദിക്കപ്പെട്ടിരിക്കുന്നു. മുമ്പ് മുതൽക്കേ ഞങ്ങൾ മർദ്ദിതരാണ്. ഞങ്ങളുടെ മോചനത്തിന് വേണ്ടി താങ്കൾ വന്നതിന് ശേഷവും ഞങ്ങൾ മർദ്ദിക്കപ്പെടുന്നു. യാതൊരു വിശേഷവും ഉണ്ടായിട്ടില്ല. ഖാല അസാ റബ്ബുക്കും അൻ യുഹ്ലിക അദുവക്കും വയസ്തഖ്ലിഫക്കും ഫിൽ അർദി, മൂസ പറഞ്ഞു, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ ശത്രുവിനെ നശിപ്പിച്ചേക്കാം, ഭൂമിയിൽ അവൻ നിങ്ങളെ പിൻഗാമികൾ ആക്കുകയും ചെയ്തേക്കാം. നിങ്ങളുടെ ശത്രുക്കളെ നശിപ്പിച്ച് പകരം നിങ്ങളെയാക്കുകയും ചെയ്തെന്ന് വരാം. നിങ്ങളുടെ ശത്രുക്കളെ നശിപ്പിച്ച് പകരം നിങ്ങളെയാക്കുകയും ചെയ്യുന്നെന്ന് വരാം. ഫയൻദുറ കൈഫ തഅമലൂൻ, അങ്ങനെ നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നുവെന്ന് നോക്കുകയും ചെയ്യും. ആയത്ത് 130. വലഖദ് അഖദ്നാ ആല ഫിർഔന ബിസ്സിനീന വനഖസിൻ മിനസ് സമറാത്തി ലഅല്ലഹും യദ്ദക്കറൂൻ, നിശ്ചയമായും ഫിർഔന്റെ ആളുകളെ ക്ഷാമം കൊണ്ടും വിളവുകളിൽ കുറവ് വരുത്തിയും നാം പിടികൂടി, അവർ ചിന്തിച്ചു മനസ്സിലാക്കുവാൻ വേണ്ടി. അള്ളാഹുവിൻ്റെ ശക്തിയെക്കുറിച്ചും ഫിർഔനിൻ്റെ ബലഹീനതയെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ യാതൊരു കഴിവും ഇല്ലെന്നും ചിന്തിക്കാമല്ലോ. ആയത്ത് 131. ഫഇദാ ജാഅതുഹുൽ ഹസനതു, അങ്ങനെ അവർക്ക് നന്മ ലഭിക്കുമ്പോൾ ഖാലൂ ലനാ ഹാദിഹി, ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് അവർ പറയും. വഇൻ തുസിബുഹും സയ്യിഅത്തുൻ, വല്ല തിന്മയും അവരെ ബാധിച്ചാൽ, പേജ് 643. യത്തയ്യറു ബിമൂസ വമൻ മഅഹു, മൂസായിലും കൂടെയുള്ളവരിലും അവർ ദുശ്ശകുനം ആരോപിക്കും. ഇപ്പോൾ ഈ ദോഷം സംഭവിച്ചത് മൂസായും കൂട്ടുകാരും നിമിത്തമാണ് എന്ന് അവർ പറയും. അലാ ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാഹി, ശ്രദ്ധിക്കുക, അവരുടെ ശകുനം അള്ളാഹുവിൻ്റെ അടുക്കൽ തന്നെയാകുന്നു. അവരുടെ സുഖവും ദുഃഖവും നന്മയും തിന്മയുമെല്ലാം അള്ളാഹുവിൻ്റെ അധികാരത്തിലാണ്. മൂസാ നബി അലൈഹിസ്സലാമക്ക് അതിൽ യാതൊരു കയ്യുമില്ല. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, പക്ഷേ അവരിൽ അധിക പേരും അറിയുന്നില്ല. ആയത്ത് 132. ഖാലൂ മഹ്മാ തഅതിനാ ബിഹി മിൻ ആയത്തിൻ ലിതസ്ഹറനാ ബിഹാ, അവർ പറഞ്ഞു, ഞങ്ങളെ വശീകരിക്കുവാനായി എന്തൊരു ദൃഷ്ടാന്തം ഞങ്ങൾക്ക് നീ കൊണ്ടുവന്നാലും ഫമാ നഹ്നു ലക ബിമുഅ്മിനീൻ, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നവരല്ല.
നിന്റെ ഈ പരിശ്രമവും ആഗ്രഹവും വെറുതെയാണ്. നിന്റെ ഉപദേശം ഞങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അള്ളാഹു അവർക്ക് മൂസാ നബി അലൈഹിസ്സലാം മുഖേന കാണിച്ചു കൊടുക്കുന്ന ദൃഷ്ടാന്തങ്ങളൊക്കെ ജാലവിദ്യയാണെന്ന ധിക്കാരപൂർവമായ ആരോപണമാണിത്. ആയത്ത് 133. ഫഅർസൽനാ അലൈഹിം തൂഫാന, അപ്പോൾ അവരുടെ മേൽ നാം ജലപ്രളയത്തെ അയച്ചു. വൽ ജറാദ വൽ ഖുമ്മല വദ്ദഫാദിഅ വദ്ദമ, വെട്ടുകിളിയെയും ചെള്ളിനെയും തവളകളെയും രക്തത്തെയും അയച്ചു. ആയാത്തിൻ ഫസ്വലാത്തിൻ, വിവരിച്ചറിയിക്കപ്പെട്ട ദൃഷ്ടാന്തങ്ങളായിട്ട് അവരുടെ നേരെ പലവിധ ശിക്ഷകളും നടത്തി. ഓരോന്നിൻ്റെയും മുമ്പേ അതിനെപ്പറ്റി വിശദമായ വിവരം കൊടുക്കും. ജലപ്രളയം ഇതാ വരുന്നു എന്ന് മുന്നറിയിപ്പ് കൊടുത്തു, അതുണ്ടായി. വെട്ടുകിളി ഇതാ വരുന്നു എന്ന് മുന്നറിയിപ്പ് കൊടുത്തു, അതും വന്നു. പുഴയിലും കിണറിലും കുളത്തിലും വീട്ടിലും ഇരിക്കുന്നിടത്തും നടക്കുന്നിടത്തും ഭക്ഷണപാനീയങ്ങളിലും തവള നിറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നോക്കുന്നിടത്തൊക്കെ ചെള്ളുകളോ പേനുകളോ ഉണ്ടായാൽ എന്തു ചെയ്യും? അതുപോലെ നാട്ടിലുള്ള വെള്ളം മുഴുവനും ചോരയായി മാറിയാൽ മനുഷ്യൻ എന്തു ചെയ്യും? ഇങ്ങനെ പല ശിക്ഷകളും. ഫസ്തക്ബറു, എന്നിട്ടും അവർ അഹങ്കരിച്ചു. വകാനൂ ഖൗമൻ മുജ്രിമീൻ, അവർ കുറ്റവാളികളായ ജനതയായി തീരുകയും ചെയ്തു. പേജ് 644. എന്ത് ഉപദേശിച്ചിട്ടും കാര്യമില്ല, ശിക്ഷിച്ചിട്ടും പഠിക്കുന്നില്ല. എന്തൊരത്ഭുതം! പിശാച് മനുഷ്യനെ കൊണ്ട് കളിക്കുന്ന കളി അതിഭയങ്കരം തന്നെ. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 396, സൂറത്തുൽ അഅറാഫ് ആയത്ത് 134, പേജ് 644. വലമ്മ വഖഅ അലൈഹിമുർ റിജ്സു, അവർക്ക് ശിക്ഷ അനുഭവപ്പെട്ടപ്പോൾ ഖാലു യാ മൂസ ദുഉ ലനാ റബ്ബക, അവർ പറഞ്ഞു, മൂസ, ഞങ്ങൾക്ക് വേണ്ടി നിന്റെ റബ്ബിനോട് നീ പ്രാർത്ഥിക്കുക. നോക്കുക ഇവരുടെ ബുദ്ധിമോശം. ഞങ്ങളുടെ റബ്ബിനോട് എന്നവർ പറഞ്ഞില്ലല്ലോ. വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ അത്? വല്ലാത്ത മനുഷ്യർ. അള്ളാഹുവിൻ്റെ കൃപയും വിട്ടുവീഴ്ചയും എത്ര മഹത്തരം! ബിമാ അഹിദ ഇൻദക്, നിന്റെ അടുക്കൽ അള്ളാഹു നിശ്ചയിച്ചേൽപ്പിച്ചിട്ടുള്ളതിനാൽ. മൂസാ നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും എന്നുള്ള വാഗ്ദാനത്തെയാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാമക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള പ്രവാചകത്വത്തെയും ഉന്നത പദവിയെയും ആണ് ഉദ്ദേശിച്ചത് എന്നും കരുതാം. മുൻ ആയത്തിൽ പറഞ്ഞ ഓരോ ശിക്ഷ അനുഭവപ്പെടുമ്പോഴും അവരുടെ സ്ഥിതി വിഷമത്തിലാകും. വിശ്വസിക്കാൻ തയ്യാറില്ല. ശിക്ഷ ഒഴിവാകുകയും വേണം. എന്താണ് പോംവഴി? പരിഭ്രമം തന്നെ. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമയോട് അവർ പറയും, ലഇൻ കശഫ്ത അന്ന റിജ്സ, നിശ്ചയമായും ഞങ്ങളിൽ നിന്നും ശിക്ഷ നീ ഒഴിവാക്കി തന്നാൽ, ലനുമിനന്ന ലക, ഞങ്ങൾ നിനക്ക് വേണ്ടി വിശ്വസിക്കും. വലനുർസിലന്ന മഅക ബനീ ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളെ നിന്റെ കൂടെ ഞങ്ങൾ വിട്ടയക്കുക തന്നെ ചെയ്യാം എന്നൊക്കെ അവർ ആണയിട്ട് പറയും. ആയത്ത് 135. ഫലമ്മ കശഫ്ന അൻഹുമുർ റിജ്സ ഇലാ അജലിൻ ഹും ബാലിഗൂഹു, അങ്ങനെ അവർ എത്തിച്ചേരുന്ന ഒരവധി വരെ അവരിൽ നിന്ന് ശിക്ഷ നാം ഒഴിവാക്കിയപ്പോൾ ഇദാഹും യൻകുസൂൻ, അവരതാ വാക്കുമാറുന്നു. ഇങ്ങനെ പലവിധ ശിക്ഷ നടപ്പിൽ വരുത്തുകയും അവർ വിനയം പ്രകടിപ്പിച്ച് പ്രാർത്ഥിക്കാൻ മൂസാ നബി അലൈഹി സ്വലാമയോട് ആവശ്യപ്പെടുകയും മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയും അള്ളാഹു ശിക്ഷ ഒഴിവാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അവർ നിഷേധികളും ധിക്കാരികളുമായിരുന്നു. പേജ് 645, ആയത്ത് 136. ഫന്തഖംനാ മിൻഹും ഫഅഗ്റഖ്നാഹും ഫിൽ യമ്മി, അങ്ങനെ നാം അവരെ ശിക്ഷിച്ചു, സമുദ്രത്തിൽ അവരെ നാം മുക്കിക്കൊന്നു. ബിഅന്നഹും കദ്ദബൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർ കളവാക്കിയതിനാൽ. വകാനൂ അൻഹാ ഗാഫിലീൻ, ആ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അവർ അശ്രദ്ധയിലായിരുന്നതിനാലും. എന്തു ദൃഷ്ടാന്തം കണ്ടാലും മനഃപൂർവ്വം നിസ്സാരമാക്കി തള്ളിക്കളയിൽ അവരുടെ സ്വഭാവമായി തീർന്നിരുന്നു. ആയത്ത് 137. വഔറസനൽ ഖൗമല്ലദീന കാനൂ യസ്തദ്അഫൂന, അടിച്ചമർത്തപ്പെട്ടവരായിരുന്ന ആ ജനതയ്ക്ക് നാം അവകാശപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. മശാരിഖൽ അർദി വമആരിബഹ, ഭൂമിക്ക് കിഴക്ക് ഭാഗങ്ങളെയും പടിഞ്ഞാറ് ഭാഗങ്ങളെയും. അല്ലത്തി ബാറക്നാ ഫിഹാ, അവിടങ്ങളിൽ നാം വളരെയധികം അനുഗ്രഹം നൽകിയിട്ടുള്ളതായ നാടുകൾ. കിഴക്ക് ഭാഗങ്ങൾ എന്ന് പറഞ്ഞത് ഷാമിനെ, ഇന്നത്തെ ഫലസ്തീൻ, ജോർദാൻ, ലബനാൻ, സിറിയ പ്രദേശങ്ങൾ സംബന്ധിച്ചും പടിഞ്ഞാറ് ഭാഗങ്ങൾ എന്ന് പറഞ്ഞത് മിസ്രിനെ അഥവാ ഈജിപ്തിനെ സംബന്ധിച്ചുമാണെന്ന് അഭിപ്രായമുണ്ട്. വതമ്മത് കലിമതു റബ്ബിക അൽ ഹുസ്ന അലാ ബനി ഇസ്രായീല ബിമാ സബറു, ഇസ്രായേൽ സന്തതികൾക്ക് അവർ സഹിച്ചതിൻ്റെ ഫലമായി നിന്റെ റബ്ബിൻ്റെ ഉത്കൃഷ്ടമായ വചനം പുലരുകയും ചെയ്തു. അവർക്ക് രക്ഷയും സമാധാനവും പ്രതാപവും
ഐശ്വര്യവും നൽകുമെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതവർക്ക് നിറവേറി. ഫിർഔനും അവൻ്റെ ജനതയും പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ നാം തകർത്ത് കളയുകയും ചെയ്തു. ഇസ്രായേൽ സന്തതികളിന് ശേഷം നശിപ്പിക്കുവാനും മൂസാ നബി അലൈഹിസ്സലാമയെ കൊന്നുകളയാനും വേണ്ടി പലതും അവർ ചെയ്തിരുന്നു. അതെല്ലാം അള്ളാഹു പരാജയപ്പെടുത്തി. വമാ കാനൂ യഅരിശൂൻ, അവർ കെട്ടിപ്പൊന്തിച്ചു കൊണ്ടിരുന്നതിനെയും നാം തകർത്ത് കളഞ്ഞു. വളരെ ഉയരത്തിൽ കെട്ടിടങ്ങളും ഗോപുരങ്ങളും അവർ ഉണ്ടാക്കിയത് തകർത്തു. പേജ് 646, ആയത്ത് 138. ഇസ്രായേൽ സന്തതികളെ നാം സമുദ്രം കടത്തിക്കൊണ്ടുപോയി. മൂസാ നബി അലൈഹിസ്സലാമയുടെ കൂടെ ഇസ്രായേൽ സന്തതികളെ അള്ളാഹു സമുദ്രം പിളർത്തി ഉണ്ടാക്കിക്കൊടുത്ത വഴിയിൽ കൂടി കടത്തിക്കൊണ്ടുപോയി മറുകരയിൽ എത്തിച്ചു. അവരെ നശിപ്പിക്കുവാനായി പിന്നാലെ വന്ന ഫിർഔനിനെയും പട്ടാളക്കാരെയും അള്ളാഹു സമുദ്രത്തിൽ മുക്കിക്കൊല്ലുകയും ചെയ്തു. ഇസ്രായേൽ സന്തതികൾ ഇന്ന് ഇത് തുറന്ന കണ്ണുകൊണ്ട് കാണുകയും ചെയ്തു. അങ്ങനെ തങ്ങളുടേതായ വിഗ്രഹങ്ങളുടെ അടുക്കൽ ഭജനമിരിക്കുന്ന ഒരു കൂട്ടരുടെ അടുക്കൽ അവർ എത്തി. ഖാലു യാ മൂസ ജഅൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. ഇസ്രായേൽ സന്തതികൾ പറഞ്ഞു, മൂസ, ഈ കൂട്ടർക്ക് ദൈവങ്ങൾ ഉള്ളതുപോലെ ഞങ്ങൾക്ക് ഒരു ദൈവത്തെ നിശ്ചയിച്ചു തരിക. ഖാല ഇന്നകും ഖൗമുൻ തജ്ഹലൂൻ. മൂസ പറഞ്ഞു, നിശ്ചയമായും നിങ്ങൾ മൂഢന്മാരായ ഒരു കൂട്ടർ തന്നെയാകുന്നു. നോക്കുക, അള്ളാഹു മാത്രമാണ് ഇലാഹി എന്ന സത്യം തെളിയിക്കുന്ന എത്ര ദൃഷ്ടാന്തങ്ങളാണ് കാണിച്ചു കൊടുത്ത്, എത്ര മഹത്തായ സംരക്ഷണങ്ങളാണ് നൽകിയത്. എന്നിട്ടും ഇത്ര ക്ഷണം ഈ വിധം ഇവർ പറഞ്ഞപ്പോൾ ഇവർ വല്ലാത്ത വിഡ്ഢികൾ തന്നെ. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത ബഹുദൈവാരാധനയിലേക്ക് മനുഷ്യൻ്റെ ജന്മശത്രുവായ പിശാച് അവനെ തള്ളിവിടുന്നത് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയത്തിന് ശേഷം ഹുനൈനിലേക്ക് സൈന്യസമേതം പോയപ്പോൾ മുശ്രിക്കുകളുടെ ഒരു മരത്തിൻ്റെ അരികിലൂടെ പോയി. മുശ്രിക്കുകൾ ആ നേർച്ചമരത്തിൽ യുദ്ധായുധങ്ങൾ കെട്ടിത്തൂക്കുകയും ആ ആയുധങ്ങളുമായി യുദ്ധത്തിനിറങ്ങുകയും പതിവുണ്ടായിരുന്നു. സ്വഹാബികളിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മുശ്രിക്കുകൾക്ക് ഇങ്ങനെ ഒരു നേർച്ചമരം ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു മരം ഏർപ്പാട് ചെയ്തു തരിക എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനമായി ദേഷ്യപ്പെടുകയും ബനൂ ഇസ്രായേലിയർ മൂസാ നബി അലൈഹി സ്വലാമയോട് പറഞ്ഞതുപോലെയാണ് നിങ്ങൾ ഈ പറഞ്ഞത്, ഞങ്ങൾക്കൊരു ദൈവത്തെ നിശ്ചയിച്ചു തരിക എന്നതുപോലെ പൂർവികരുടെ ദുർമാർഗങ്ങൾ അക്ഷരം പ്രതി നിങ്ങൾ പിൻപറ്റുമെന്ന് പറഞ്ഞ് താക്കീത് ചെയ്യുകയുണ്ടായി. അഹ്മദ് 2197, തിർമിദി 2180. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 397, സൂറത്തുൽ അഅറാഫ്, ആയത്ത് 139, പേജ് 646. ഇന്ന ഹൗലാഇ മുതബറും മാ ഹും ഫീഹി. നിശ്ചയമായും ഈ കൂട്ടർ അവർ ഏതൊന്നിലാണോ അത് നശിപ്പിക്കപ്പെടുന്നതാകുന്നു. വബാതിലും മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിഷ്ഫലമായി പോകുന്നതാകുന്നു. ആയത്ത് 140. ഖാല അഗൈറല്ലാഹി അബ്ഗീകും ഇലാഹ. മൂസ പറഞ്ഞു, അല്ലാഹു അല്ലാത്തവരെ നിങ്ങൾക്ക് ആരാധ്യനായി ഞാൻ തേടണമോ? വഫദ്ദലകും അലൽ ആലമീൻ, അവൻ നിങ്ങൾക്ക് ലോകരേക്കാൾ ശ്രേഷ്ഠത നൽകിയിരിക്കെ നിങ്ങളെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് പുറമെ വേറെ ആർക്കും കൊടുക്കാത്ത പല വിശേഷതകളും നിങ്ങൾക്കവൻ നൽകിയിരിക്കുന്നു. മറ്റാർക്കും നൽകാത്ത ഒരുപാട് പ്രത്യേക അനുഗ്രഹങ്ങൾ. എന്നിട്ട് അവനെ വിട്ട് മറ്റൊരു ഇലാഹിനെ ഞാൻ നിങ്ങൾക്ക് നിശ്ചയിച്ചു തരണമെന്നോ? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? അവൻ മാത്രമാണ് നിങ്ങളുടെ ഇലാഹ് എന്ന് നിങ്ങളോട് പറയുവാനാണ് ഞാൻ വന്നത്. എന്നിട്ട് നിങ്ങൾ എന്താണ് ഈ ആവശ്യപ്പെടുന്നത് എന്നൊക്കെ മൂസാ നബി അലൈഹിസ്സലാം അവരെ ഉത്ബോധിപ്പിച്ചു. സത്യം ഇങ്ങനെയൊക്കെ ആണെന്നുള്ളതിനാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ഖബറുകളുടെ മേൽ ജാറം പൊന്തിക്കുകയും അവരുടെ മേൽ സ്മാരകങ്ങൾ ഉണ്ടാക്കുകയും ആ ജാറങ്ങളിലും സ്മാരകങ്ങളിലും ഭജനമിരിക്കുകയും അതിനെ തുടർന്ന് പല വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നവരുടെ കാര്യം മഹാകഷ്ടം തന്നെ. ആയത്ത് 141. വഇദ് അൻജൈനാകും മിൻ ആലി ഫിർഔന, ഫിർഔന്റെ കൂട്ടരിൽ നിന്ന് നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയ സന്ദർഭം. യസൂമൂനകും സൂഅൽ അദാബി, അവർ നിങ്ങൾക്ക് കഠിന ശിക്ഷ അനുഭവിപ്പിച്ചു കൊണ്ടിരുന്നു. യുഖത്തിലൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും, നിങ്ങളുടെ പുത്രന്മാരെ അവർ അറുകലെ നടത്തിക്കൊണ്ടിരുന്നു, നിങ്ങളുടെ പെണ്ണുങ്ങളെ ജീവിക്കാൻ വിടുകയും ചെയ്തുകൊണ്ടിരുന്നു. വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അദീം, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വമ്പിച്ച പരീക്ഷണം നിങ്ങൾക്ക് അതിലുണ്ട്. ഫിർഔൻ നടപ്പിൽ വരുത്തിയ ശിക്ഷാ നടപടിയാണിത്. അതിനതൊക്കെ യാതൊരു കുറ്റവും അവർ ചെയ്തിട്ടില്ല. യഹൂദ സമുദായത്തെ അടിച്ചമർത്തുകയാണ് ഈ ദുഷ്ടൻ. ഒരു സമുദായത്തിൽ ആണുങ്ങളൊക്കെ കൊല്ലപ്പെടുകയും പെണ്ണുങ്ങൾ മാത്രം ജീവിച്ചിരിക്കുകയും ചെയ്താലുള്ള അവസ്ഥ എത്ര ഭയങ്കരം. അതിൽ നിന്ന് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി. ആയത്ത് 142.
വഅദ്നാ മൂസ 30 ലൈലത്തൻ, മൂസായുമായി 30 രാവ് നാം പറഞ്ഞു നിശ്ചയിച്ചു. വഅത്മംനാഹാ ബിഅശ്റിൻ, അതിനെ 10 ചേർത്തുകൊണ്ട് നാം പൂർത്തിയാക്കി. ഫതമ്മ മീഖാതു റബ്ബിഹി 40 ലൈല, അങ്ങനെ മൂസായുടെ റബ്ബിൻ്റെ നിശ്ചയപ്രകാരം 40 രാവ് പൂർത്തിയായി. തൗറാത്ത് ഏറ്റുവാങ്ങുന്നതിന് സീനാ പർവ്വതത്തിൽ 30ഉം 10ഉം കൂടി 40 രാവ് ഇടമുറിയാതെ ഭജനമിരിക്കണമെന്ന് മൂസാ നബി അലൈഹി സ്വലാമിയോട് അള്ളാഹു കൽപ്പിച്ചു. വഖാല മൂസാ ലി അഖീഹി ഹാറൂന, മൂസ തൻ്റെ സഹോദരൻ ഹാറൂനോട് പറഞ്ഞു, ഉഖ്ലിഫ്നി ഫി ഖൗമി, എൻ്റെ ജനങ്ങളിൽ നീ എൻ്റെ പ്രതിനിധിയായിരിക്കുക. പേജ് 648. വഅസ്ലിഹ്, നീ നന്മയുണ്ടാക്കുകയും ചെയ്യുക. വലാ തത്തബിഅ സബീലൽ മുഫ്സിദീൻ, കുഴപ്പമുണ്ടാക്കുന്നവരുടെ മാർഗം നീ പിൻപറ്റുകയും അരുത്.